dear students, welcome back to National Academy. അപ്പോൾ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ബയോളജിയിലെ 5th ചാപ്റ്റർ ആണ്. ദ ടിഷ്യൂസ് ആൻഡ് ദ അതർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ടിഷ്യൂസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ മറ്റു ലെവൽ ഓഫ് ഓർഗനൈസേഷനെ കുറിച്ചിട്ടാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് സെൽസിനെ കുറിച്ചിട്ടായിരുന്നു അല്ലേ? സെൽസിനെ കുറിച്ചിട്ടാണ്. അപ്പം ഒരുപാട് ടൈപ്പ് ഓഫ് സെല്ല് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സെല്ല് കൂടി ചേർന്നിട്ട് ഒരു ടിഷ്യൂ ഫോം ചെയ്യുന്നത്. അപ്പൊ ടിഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇസ് എ ഗ്രൂപ്പ് ഓഫ് സെല്ല്. ഒരു ഐഡന്റിക്കൽ ഫംഗ്ഷൻ ഉള്ള അല്ലെങ്കിൽ സെയിം ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്ന സെയിം ഒറിജിൻ ഉള്ള ഒരുപാട് സെല്ലുകൾ കൂടി ചേർന്നിട്ടാണ് ഒരു ടിഷ്യൂ ഫോം ചെയ്യുന്നത്. നമ്മളെ പ്ലാന്റ്സിന്റെ കേസിലായാലും ആനിമൽസിന്റെ കേസിലായാലും പല ടൈപ്പ് ഓഫ് ടിഷ്യൂസ് അവൈലബിൾ ആണ്. അപ്പൊ പ്ലാന്റ്സിൽ മെയിൻലി കാണപ്പെടുന്നത് രണ്ട് ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ആണ്. ദാറ്റ് ഈസ് ദ മെറിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആൻഡ് പെർമനന്റ് ടിഷ്യൂസ്. മെറിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലാന്റ്സിന്റെ എല്ലാ ഗ്രോത്ത് പാർട്ടിലും, അതായത് പ്ലാന്റ്സിന്റെ ഗ്രോത്ത് നടക്കുന്ന എല്ലാ പാർട്ടിലും കാണപ്പെടുന്ന ടിഷ്യൂ ആണ് മെറിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറയുന്നത്. പെർമനന്റ് ടിഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ്സിന്റെ കേസിൽ മെയിൻലി രണ്ട് ടൈപ്പാണ് പെർമനന്റ് ടിഷ്യൂസ് ഉള്ളത്. ദാറ്റ് ഈസ് ദ സിമ്പിൾ ടിഷ്യൂസ് ആൻഡ് കോംപ്ലക്സ് ടിഷ്യൂസ്. സിമ്പിൾ ടിഷ്യൂസും കോംപ്ലക്സ് ടിഷ്യൂസും എന്താണ്? ടൈപ്പ് ഓഫ് പെർമനന്റ് ടിഷ്യൂസിന്റെ പ്ലാന്റ്സ് ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ആനിമൽ സെൽസിന്റെ ടിഷ്യൂസ്. ആനിമൽസിൽ കാണപ്പെടുന്ന ടിഷ്യൂസ് മെയിൻലി 4 ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ആണ് നമ്മുടെ ആനിമൽസിൽ കാണപ്പെടുന്നത്. എപ്പിത്തീലിയം ടിഷ്യൂസ്, കണക്റ്റീവ് ടിഷ്യൂസ്, കോൺട്രാക്ടൈൽ മസ്കുലർ ടിഷ്യൂസ്, നെർവസ് ടിഷ്യൂസ്. ഏതൊക്കെയാണ്? എപ്പിത്തീലിയം ടിഷ്യൂസ്, കണക്റ്റീവ് ടിഷ്യൂസ്, കോൺട്രാക്ടൈൽ മസ്കുലർ ടിഷ്യൂസ് ആൻഡ് നെർവസ് ടിഷ്യൂസ്. ഈ മെയിൻലി 4 ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ആണ് നമ്മുടെ ആനിമൽസിൽ കാണപ്പെടുന്നത്. ഇത്രയാണ് ടിഷ്യൂസിന്റെ സെക്ഷനിൽ നമുക്ക് നോക്കാനുള്ള ടോപ്പിക്സ്. നെക്സ്റ്റ് വൺ ഇസ് ദ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. നമ്മൾ പറഞ്ഞു ഒരുപാട് സെല്ലുകൾ, അതായത് ഒരുപാട് ഒരേ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരുപാട് സെല്ലുകൾ കൂടി ചേർന്ന് ഒരു ടിഷ്യൂ ഫോം ചെയ്യുന്നത്. ഇങ്ങനെ എല്ലാ ടിഷ്യൂസും, അതായത് പല ടൈപ്പ് ഓഫ് ടിഷ്യൂസ് കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു ഓർഗൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ടിഷ്യൂവിന്റെ നെക്സ്റ്റ് ലെവൽ എന്താണ്? ഓർഗൻ ആണ് അല്ലെ? ഒരുപാട് ടിഷ്യൂസ് കൂടി ചേർന്നാണ് ഒരു ഓർഗൻ ഫോം ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ഹ്യൂമൻ ബീങ്സിന്റെ കേസിൽ പറയുകയാണെങ്കിൽ എക്സാമ്പിൾ നമ്മുടെ കിഡ്നി, ഹാർട്ട്, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൊമക്ക്, അബ്ഡോമിന്, ഇങ്ങനെ ഓരോന്നും എന്താണ്? ഓരോ ഓർഗൻ ആണ് അല്ലെ? ഇങ്ങനെ ഓരോ ഓർഗൻ ഫോം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? പല ടിഷ്യൂസ് കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു ഓർഗൻ ഫോം ചെയ്യുന്നത്. ഈ ഫോം ചെയ്ത ഓർഗൻസ് പല ഓർഗൻസ് കമ്പൈൻ ചെയ്ത് എന്ത് ഫോം ചെയ്യും? ഓർഗൻ സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഓർഗന്റെ നെക്സ്റ്റ് ലെവൽ ഏതാണ്? ഓർഗൻ സിസ്റ്റം ആണ്. അതായത് ഒരുപാട് ഓർഗൻസ് കമ്പൈൻ ചെയ്ത് ഒരു ഓർഗൻ സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബീങ്സിലൊക്കെ കാണപ്പെടുന്ന എന്താണ്? ബ്ലഡ് വാസ്കുലർ സിസ്റ്റം എന്താണ്? ഒരു ഓർഗൻ സിസ്റ്റം ആണ്. റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഒരു ഓർഗൻ സിസ്റ്റം ആണ്. നമ്മുടെ എലിമിനേറ്ററി സിസ്റ്റം, അതായത് നമ്മുടെ എലിമിനേഷൻ നടക്കുന്ന സിസ്റ്റം അല്ലെങ്കിൽ സിക്രീഷൻ സിസ്റ്റം, ഇതൊക്കെ എന്താണ്? ഓരോ ഓർഗൻ സിസ്റ്റംസ് ആണ്. ഒരുപാട് ഓർഗൻസ്, ഇപ്പൊ ഹാർട്ടിന്റെ, നമ്മളെ ബ്ലഡ് വാസ്കുലറിന്റെ കേസിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഹാർട്ട്, ഒരുപാട് വാൾസ്, ഇതിന്റെയൊക്കെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ മൂലമാണ് ഒരു ഓർഗൻ സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരുപാട് ഓർഗൻസ് കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു ഓർഗൻ സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഓർഗൻ സിസ്റ്റംസ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് എന്താണ് ഫോം ചെയ്യുന്നത്? ഒരു ഓർഗാനിസം ഫോം ചെയ്യും അല്ലെ? അപ്പൊ നമ്മുടെ ഹ്യൂമൻ ബീങ്സിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഈ സിസ്റ്റം നമ്മൾ പറഞ്ഞ ഈ ഓർഗൻ സിസ്റ്റം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? നമ്മളെന്ന് പറയുന്ന ഒരു ഓർഗാനിസം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഏതൊക്കെയാണ്? ഫസ്റ്റ് സെല്ലുലാർ ലെവൽ, അതായത് സെല്ലുകൾ മാത്രം. ഈ ഒരേ ടൈപ്പ് ഓഫ് സെൽസ് കൂടി ചേർന്ന് എന്ത് ഫോം ചെയ്യും? ടിഷ്യൂ ഫോം ചെയ്യും. അങ്ങനെ ഫോം ചെയ്ത ടിഷ്യൂസ് നമ്മുടെ എപ്പിത്തീലിയൽ ടിഷ്യൂസ്, നെർവസ് ടിഷ്യൂസ് ഒക്കെ ഇങ്ങനെ ഫോം ചെയ്ത ടിഷ്യൂസ് ആണ്. ഈ ടിഷ്യൂസ് പലതും കമ്പൈൻ ചെയ്ത ഒരു ഓർഗൻ പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ? നമ്മുടെ കിഡ്നി, ഹാർട്ട്, സ്റ്റൊമക്ക്, ഐ, ഇതുപോലെയുള്ള പല ടൈപ്പ് ഓഫ് ഓർഗൻ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഓർഗനുകൾ പലതും കമ്പൈൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? ഒരു ഓർഗൻ സിസ്റ്റം ഫോം ചെയ്യും. എക്സാമ്പിൾ ആണ് നമ്മുടെ ബ്ലഡ് വാസ്കുലർ സിസ്റ്റം, അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഇതൊക്കെ എന്താണ്? ഒരു ഓർഗൻ സിസ്റ്റം ആണ്. ഇതിനകത്ത് പല ഓർഗനുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ നടക്കുന്നത്. ഈ ഓർഗൻ സിസ്റ്റം ഒക്കെ കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഒരു ഓർഗാനിസം ഫോം ചെയ്യുന്നത്. ഓർഗാനിസം ഇപ്പൊ നമ്മളെ ഹ്യൂമൻ ബീങ്സ് ആയാലും മറ്റേതൊരു ആനിമൽ ആയാലും ഏതൊരു പ്ലാന്റ് ആയാലും പല ടൈപ്പ് ഓഫ് ഓർഗൻ സിസ്റ്റം അവരിൽ എന്താണ്? അവൈലബിൾ ആണ്. അല്ലെങ്കിൽ അതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഒരു ഓർഗാനിസം ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ വരുന്ന മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല നമ്മുടെ 5th ചാപ്റ്റർ നമുക്ക് കവർ ചെയ്യാനുള്ള ടോപ്പിക്സും ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ഷോർട്ട് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ നാഷണൽ അക്കാഡമിയുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ആ ക്ലാസ്സുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നാഷണൽ അക്കാഡമിയിൽ അഡ്മിറ്റ് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക, അഡ്മിഷൻ ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു ഫോർ മൈ വാച്ചിങ് വീഡിയോ.